Hi friends, welcome to Center Mactech. Maruti, ഞാൻ ശരത്ത് തൃശ്ശൂർ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ചെയ്ത ഒരു വീഡിയോ അല്ല. ഞാനും നമ്മുടെ ഒരു കൂട്ടുകാരൻ മെഡിക്കൽ കോളേജ് അത്താണി മെഡിക്കൽ കോളേജിൻ്റെ അവിടെയുള്ള നമ്മുടെ ഒരു കൂട്ടുകാരൻ അസീ എന്നാണ് പേര്. അവനും കിട്ടിയിട്ട് ചെയ്തൊരു പ്രോജക്റ്റാണ്. ഇതെന്താണെന്ന് വെച്ചിങ്ങനെ നമ്മൾ മാരുതി 800 ഇത് നമ്മൾ കണ്ടോ, ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പ്രോജക്റ്റ് എന്നുള്ളത്. മാരുതി 800 ചീപ്പർ കോസ്റ്റിൽ 4 ഡോർ പവർ വിൻഡോ ആക്കാൻ ഉള്ള ആക്കിയ ഒരു പ്രോജക്റ്റാണ് കേട്ടോ. കണ്ടില്ലേ, 4 ഡോറും നമ്മൾ പവർ വിൻഡോ ആക്കിയിട്ടുണ്ട്. 4 ഡോറും പവർ വിൻഡോ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പവർ വിൻഡോ ഞാൻ വർക്ക് ചെയ്യിച്ച് കാണിച്ചു തരാം. ഇതെന്താ കാണിച്ചു തരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വൈൻഡർ ഹാൻഡിൽ അയിമില്ല. അവിടെ നമ്മൾ തൽക്കാലം ഇത് നമ്മുടെ ഒരു ഫ്ലോർ ഗ്രോമറ്റ് വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. അവിടെ ഹോളാണേ, അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ലോ കോസ്റ്റ് പവർ വിൻഡോ ആണ്. ലോ കോസ്റ്റ് പവർ വിൻഡോ എന്ന് പറയുന്നത് ഇതിന് കൺട്രോൾ മൊഡ്യൂളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനിപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ഫ്യൂസ്, ബാറ്ററിയിൽ നിന്ന് ഒരു കീ ഓൺ ആക്കുമ്പോൾ ഒരു ഫ്യൂസ് വഴി ഇതിൻ്റെ സ്വിച്ചിലേക്ക് സപ്ലൈ എത്തും. സ്വിച്ച് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ്. 4 ഡോറിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ്. ആ സ്വിച്ചാണ് മുകളിലേക്ക് അടിയിലേക്കും പോണത്, കൺട്രോൾ ചെയ്യണത്. ഇതിന് ഞാൻ വീണ്ടും പറയണം, കൺട്രോൾ മൊഡ്യൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ട് നേരെ ഇതിൻ്റെ ഓരോ ഡോറിലും ഓരോ മോട്ടറുകളുണ്ട്. ആ മോട്ടറുകൾ വർക്ക് ചെയ്യിപ്പിക്കുന്നു. അതാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഈ കൺട്രോൾ മൊഡ്യൂളോ കാര്യങ്ങളോ ഇല്ലാത്തത് കാരണം നമുക്ക് ഒത്തിരി ഫങ്ഷൻസ് ഇതിൽ ഉണ്ടാവില്ല. ഇതിലാകെ കൂടിയിട്ട് പവർ വിൻഡോ എന്തിനാണ് എന്നുള്ളത് മാത്രമാണ് അവിടെ നടക്കുള്ളൂ. നമ്മൾ സെൻട്രൽ ലോക്കിൻ്റെ റിമോട്ട് പിടിച്ചമർത്തുമ്പോൾ മുകളിലേക്ക് പൊന്തുക, സ്വിച്ച് ഒന്ന് പൊന്തിച്ച് ഒന്ന് പൊന്തിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഫുള്ള് മുകളിലേക്ക് പൊന്തുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഒന്നുമില്ല. കീ ഓണാക്കി ഞാൻ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ടാക്കേണ്ട എൻ്റെ പവർ ബാറ്ററി ഇതാവാണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് കീ ഓണാക്കിയിട്ട് നമ്മളിനി പവർ വിൻഡോ വർക്ക് ചെയ്യിപ്പിക്കാൻ പോകണം. പവർ വിൻഡോൻ്റെ സ്വിച്ച് കണ്ട, പവർ വിൻഡോൻ്റെ സ്വിച്ച് പിടിച്ചിട്ട് നമ്മൾ താത്താൻ പോകണേ. ഇതേ പവർ വിൻഡോ വർക്ക് ചെയ്തു. ഇത് മാരുതി 800 പറഞ്ഞ ഇതല്ല. ഇത് നിലവിൽ ഫ്രണ്ട് മാരുതിയുടെ തന്നെ വേറൊരു വണ്ടിയുടെയാണ്, ബാക്കും അത് വേറൊരു വണ്ടിയുടെയാണ്. അപ്പോൾ ഇതിന് എന്ന് പറയുന്നത് 4 ഡോർ പവർ വിൻഡോ ചെയ്തു വരുമ്പോൾ അറിയില്ല, നമുക്കറിയില്ല കറക്റ്റ് റേറ്റ്. നമ്മുടെ പിള്ളേർ പറയണത്, ഇത് ചെയ്ത ആളുകൾ പറയണത് ഇപ്പോൾ 14,000 രൂപയാണ് മാരുതി 800 എന്നാണ്. ഇപ്പം ഈ സാധനം ചെയ്യാനായിട്ട് നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ് എന്ന് പറയണത് എന്താ പറയുക, അതിനായിട്ടും കുറവാണ്. അതിൻ്റെ പകുതിക്കാട്ടിലൊരു സ്വല്പം കൂടുതലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 4 ഡോറ് പവർ വിൻഡോ ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, ഒരു മാസമായിട്ട് ഞാനിത് വർക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എന്താ ഇപ്പോൾ ഉള്ള കാരണം എന്താ വെച്ചിങ്ങനെ, ഈ മൊഡ്യൂള് കാര്യങ്ങളൊന്നും ഇല്ല വെച്ചിങ്ങനെ എന്താണ് ഇതിന് സംഭവിക്കുക എന്നുള്ളത് നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇട്ടത്. ഞാൻ ഏകദേശം ഒരു മാസമായിട്ട് ഉപയോഗിക്കുന്നു. ഇതുവരെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല, അധികം എന്താ പറയുക, വയറിങ് കാര്യങ്ങൾ ഒന്നുമില്ല. അധികം വയറിങ് കാര്യങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയറിങ് കിറ്റൊക്കെ സ്വന്തമായിട്ട് വയർ മേടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സ്വന്തമായിട്ട് വയർ മേടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വയറിങ് കിറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിനുള്ളത്. കൈ കൊണ്ടുള്ള വയറിങ് ആണ്. പിന്നെ ഇതിൻ്റെ
പവർ വിൻഡോ മോട്ടറും കാര്യങ്ങളൊക്കെ മാരുതി ജെന്യൂനാണ്, പുതിയത് തന്നെയാണ് ഇതിന് വെച്ചിട്ടുള്ളത്. മാരുതിയുടെ തന്നെ എ സ്റ്റാർ അതുപോലെ സ്വിഫ്റ്റ് അങ്ങനത്തെ വണ്ടികളുടെ ഓൾട്ടർ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ വണ്ടികളുടെ സാധനം കിട്ടാനായിട്ട് 10-15 ദിവസം വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് വേറൊരാൾക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം എന്നുണ്ടെങ്കിൽ തന്നെത്തെ പ്രശ്നം എന്ന് പറയണത് ഈ സാധനത്തിന് ഡിലേ ഉണ്ടാവും. പിന്നെ 1-2 ദിവസത്തെ വർക്കുണ്ട്. ഞാനല്ല ഇത് ചെയ്യുന്നത്, നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഇത് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചീപ്പറാണ്, മറ്റേ പവർ വിൻഡോനെ അപേക്ഷിച്ച് ഇത് ചീപ്പറാണ്. എന്നിരുന്നാലും സ്വയം മനസ്സിലാക്കുക, ഇതിന് ഫങ്ഷൻസ് മുകളിലേക്ക് പോകുന്നത് താഴത്തേക്ക് താഴ്ത്തുക, ആ ഒരൊറ്റ ഫങ്ഷൻസാണ്. നമ്മുടെ സെൻട്രൽ ലോക്കിൻ്റെ റിമോട്ടുമ്പോൾ പിടിച്ച് ഞെക്കുമ്പോൾ മുകളിലേക്ക് കൊണ്ടുവന്ന പരിപാടിയില്ല, ഡോറ് 4 അടച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് കൊണ്ടുവന്ന പരിപാടിയില്ല. നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത്, നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് മുകളിലേക്ക് മുട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി ഇതിന്മേ ഒരു കട്ട് ഓഫ് വർക്കാവുന്നുണ്ട്. താഴത്തേക്ക് നമുക്ക് മുകളിലേക്ക് ഇത് മുട്ടിക്കഴിയുമ്പോൾ ഈ മോട്ടറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കട്ട് ഓഫ് വർക്കാവുന്നുണ്ട്. പക്ഷേ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ കട്ട് ഓഫ് പരിപാടികളൊന്നുമില്ല. അപ്പോൾ താഴത്തേക്ക് പോയി കഴിഞ്ഞ് വെച്ചാൽ നിലവിൽ ഇതിൻ്റെ സ്വിച്ച് നമ്മൾ കയ്യിൽ നിന്ന് എടുക്കുക തന്നെ വേണം. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വണ്ടികളാണെന്ന് എനിക്ക് ഈ സാധനം കുട്ടികൾ ഞെക്കിയിരുന്ന് കഴിഞ്ഞാൽ മോട്ടർ കംപ്ലൈൻ്റ് ആവാൻ അല്ലെങ്കിൽ ഫ്യൂസ് അടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം ഞാൻ നിലവിൽ ഇത് ചെയ്തിട്ടുള്ള എന്തൊട്ടാന്ന് വെച്ചാൽ ഇതിൻ്റെ സ്വിച്ചുകൾ ഞാൻ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ കളിയോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ബാക്കിലൊന്നും സ്വിച്ചുകളില്ല, ആകെ 4 സ്വിച്ചാണ് ഉള്ളത്. അപ്പോൾ ലോ കോസ്റ്റായിട്ട് ഒരു പവർ വിൻഡോ എങ്ങനെ ചെയ്യാം എന്നുള്ളത് വർക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. കാരണം ഈ വർക്ക് ചെയ്തത് സത്യസന്ധമായി പറഞ്ഞാൽ ഞാനല്ല, ഐഡിയാസ് എൻ്റെയാണ്. വർക്ക് ചെയ്യാൻ പ്രചോദനം ഞാനായിരുന്നു, പക്ഷേ ഇത് ചെയ്തത് ഞാനല്ല. അത് കാരണം വർക്ക് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഒരു പവർ വിൻഡോ ചെയ്യാം. ആ കൂടിയിട്ട് വേണ്ടത് ഒരു ഫ്യൂസ്, 4 സ്വിച്ച്, 4 ഡോറിൽ വരുന്ന വൈൻഡർ മെക്കാനിസം, ഇത്രയാണ് വരുള്ളൂ. ലോ കോസ്റ്റാണ്, പക്ഷേ ഒത്തിരി ഓപ്ഷൻസ് പ്രതീക്ഷിക്കരുത്. മുകളിലേക്ക് ഒന്നും താഴത്തേക്ക് വരും, ആ ഒരു ഓപ്ഷൻ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.